തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു. ഈണം ചേർത്തു ഞാൻ ഇന്നു നിൻ കാതിൽ പറഞ്ഞു. അടിപൊളി. എന്താണ് സർക്കാർ പറയാനുള്ളത്? അതായത് ഈ എക്സസൈസ് ഒക്കെ ചെയ്താൽ ഒരുപാട് നല്ല വശങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും നല്ല ഹോർമോൺസ് ഒക്കെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. വളരെ ശരിയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ രാവിലെ എണീറ്റ് വരും, മടിയൊന്നും പോകും. ഞാൻ വിചാരിച്ചു നിങ്ങൾ വേറെ എന്താ പറയുന്നത്. അല്ല, പിന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ഹോർമോൺസ് ഉണ്ടാവും, നല്ല ഹോർമോൺസ് ഉണ്ടാവും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് എൻഡോർഫിൻ എന്ന് പറയുന്നൊരു ഹോർമോണല്ലോ. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും, നമ്മുടെ ബോഡി എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും, ഒരു ഫീൽ ഗുഡ് അവസ്ഥ ഉണ്ടാക്കും. റണ്ണേഴ്സ് ഹൈ എന്ന് വരെ ഈ ഹോർമോണിനെ വിളിക്കാറ്. ശരി. എന്നാൽ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, അത് നമുക്ക് നല്ലൊരു സന്തോഷം തരുന്ന, മോട്ടിവേഷൻ തരുന്ന ഒരു പ്ലഷർ ഹോർമോൺ. കുറച്ചുകൂടി ഉത്സാഹം ഉണ്ടാവും. വേണോ? അതിന് കുറച്ച് കുറവുണ്ട്, ഉത്സാഹത്തിന് കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ സിറാട്ടോണിൻ കുറച്ചങ്ങ് എടുത്താലോ, കടുപ്പത്തിൽ തന്നോ. ഈ സിറാട്ടോണിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നല്ല മൂടുണ്ടാക്കും. പിന്നെ ഏറ്റവും സുഖകരമായ സംഭവം എന്നറിയോ? നല്ല ഉറക്കം കിട്ടും. കുറച്ചധികം അതെടുത്തോ, കാര്യമായിട്ട് എടുത്തു. ഓക്കെ. എന്നാ അഡ്രിനാലിൻ സുമ്മാവാ അവനുണ്ട്. അഡ്രിനാൽ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടാനും നമുക്കിപ്പോ ഒരു ടാസ്ക് ചെയ്യാനും ചെറിയ മടിയോ തോന്നാം. അപ്പൊ ഒരു സ്റ്റാർട്ട് കിട്ടാൻ എവൻ പൊളിയാ. അത് ശരി. അഡ്രിനാലിൻ. അങ്ങനെയാണല്ലോ നിങ്ങളുടെ വിചാരം ഈ നോർ അഡ്രിനാലിൻ അഥവാ നോർ എപ്പിനെഫ്രിൻ അത് മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോയെന്നാ വിചാരിക്കുന്നു? ഒന്നുമല്ല. അവന്റെ പണി എന്താണെന്നറിയോ? അവന്റെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോക്കസ് കൂട്ടും. ഇപ്പോൾ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ പെടുന്നു, അപ്പോൾ ബോഡി അലർട്ട്നെസ് കൂട്ടണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോക്കസ് ഉണ്ടാവണം എന്ന സാഹചര്യത്തിൽ നമ്മുടെ ഫോക്കസ് കൂട്ടാനും ബോഡി അലർട്ട്നെസ് ഉണ്ടാക്കാനും ഉപകരിക്കുന്ന ഹോർമോണാണ്. അത് ശരി. ഒരു അടിപൊളി സാധനം പറയട്ടെ. എന്താ? ടെസ്റ്റോസ്റ്ററോൺ. മോശമില്ലല്ലോ. അതായത് പുരുഷ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും സ്ത്രീകളിൽ നേരിയ അളവിലുണ്ട്. നമുക്ക് നല്ല മസിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും ഒരു അടിപൊളി എനർജി കിട്ടും. അങ്ങനെയാണല്ലോ, അതെന്തായാലും എടുത്തു. അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഏതായാലും ഇത്ര ആയ സ്ഥിതിക്ക് നിങ്ങൾ നന്നായി ഇപ്പോൾ വളർന്നിട്ടുണ്ട്, കുറച്ചുകൂടെ വളർന്നോളൂ. വേണം കുറച്ച് മസിൽ ഒന്നുകൂടെ കൂട്ടാം, കുറച്ചുകൂടെ എനർജി, കുറച്ചുകൂടെ മസിൽ. ഓവറോൾ നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു സാധനമുണ്ട്, ഗ്രോത്ത് ഹോർമോൺ. അതുകൂടെ എടുത്തു, കാര്യമായിട്ട് എടുത്തു. ഒരു സാധനം പറയാനുള്ളത്, കോർട്ടിസോൾ എന്ന് പറയുന്നത് അത് സ്ട്രെസ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും സ്ട്രെസ്ഫുൾ ആകുമ്പം നമ്മുടെ ശരീരത്തിൽ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്. ഇത് നമുക്ക് ശരീരത്തിൽ നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുക. ഈ എക്സസ് അളവിൽ ചെയ്യുമ്പോൾ ഈ കോർട്ടിസോൾ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ മോഡറേറ്റ് അളവിൽ ചെയ്താൽ മതി. ഒരു ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർട്ടിസോൾ കൂടാനും പിന്നെ അത് ശരീരത്തെ ദോഷമായി ബാധിക്കാനും. എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുന്നത്? മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, അതേപോലെ ഉറക്കം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, തളർച്ച ഉണ്ടാക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഓവറായിട്ട് എക്സർസൈസ് ചെയ്യണ്ട. അതുകൊണ്ട് ഞാൻ നേരത്തെ അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ടല്ലേ, എനിക്ക് ഈ കോർട്ടിസോൾ കൂട്ടണ്ടെന്ന് ഓർത്തിട്ടാണ്. ഇനി അത് പറഞ്ഞാൽ ഞാൻ കിടന്ന് ഉറങ്ങുന്നതാണ് ഞാൻ കണ്ടത്. ഓക്കെ, സാരമില്ല, പോട്ടെ, നമുക്ക് തൽക്കാലം അങ്ങനെയാണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അധികം എക്സർസൈസ് ചെയ്യണ്ട, എന്നാൽ മോഡറേറ്റ് അളവിൽ എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യുന്നതാണ്. ഇനി എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. റെഗുലർ ആയിട്ട് മോഡറേറ്റ് അളവിൽ ചെയ്യുന്നതാണ്. വെരി ഗുഡ്.